Hello guys, welcome back to our YouTube channel Gogya Vlogs. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ച് വീഡിയോ ആണ്. ചലഞ്ചിന്റെ പേര് Who Knows Better Together. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷമായി നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് ഒരു 10 ക്വസ്റ്റ്യൻ ഒരാളോട് ചോദിക്കും, അയാളെക്കുറിച്ചുള്ള 10 ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കും. ഓക്കെ, ആണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. വിന്നർ ആവുന്ന ആരാണോ അവർക്ക് പ്രൈസ് ഒന്നും ഇല്ല, പ്രൈസ് ഇല്ല, നമുക്ക് അറിയാൻ പറ്റും. തോക്കുന്നവർക്ക് പ്രൈസ് എന്തെങ്കിലും ഉണ്ടോ? തോക്കുന്നവർക്ക് പ്രൈസാ, തോക്കുന്നവർക്ക് പണിഷ്മെന്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. പണിഷ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? തോക്കുന്നവർക്ക് പണിഷ്മെന്റ് എന്തുവാ, ജയിക്കുന്നവർക്ക് ഗിഫ്റ്റ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഞാനാണ്. എന്നെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയണം. ഓക്കെ, മൈ ഫേവറേറ്റ് കളർ. കളറാ? എൻ്റെ ഫേവറേറ്റ് കളർ എപ്പോഴും എനിക്കൊന്ന് ബ്ലാക്ക് ആണ് വാങ്ങിക്കുന്നത്. ബ്ലാക്ക് കറക്റ്റ്. ഓക്കെ, ഇനി മൈ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ ചോക്ലേറ്റ്. അതെനിക്കറിയാം. മൈ ഫേവറേറ്റ് ആക്സസറി, അതായത് ആക്സസറി കമ്മല്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അങ്ങോട്ട് ചോദിക്കാൻ സമയത്തില്ല. അതാണ് ഉത്തരം. തന്നെ വേറെ ഒന്നും യൂസ് ചെയ്യത്തില്ല, കമ്മലാണ് എപ്പോഴും ഇങ്ങനെ ഇട്ടോണ്ട് വരും. മൈ ഫേവറേറ്റ് മന്ത്, ഒരു വർഷത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മന്ത് മാർച്ച് ആയിരിക്കും. ആണ്? അതെന്താന്ന് പിന്നീട് പറഞ്ഞു. എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഒരുവിധമുള്ള എല്ലാ ജങ്ക് ഫുഡും കഴിക്കും. എല്ലാം ഞാൻ കഴിക്കും. എന്നാലും എന്നെയൊക്കെ എപ്പോഴും ഇങ്ങനെ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് എപ്പോഴും കഴിക്കാൻ പോണത് ഷവർമ്മയാണ്. അതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അൽഫാം. ഇതിലേതോ ഒരെണ്ണമാണ്. അല്ല, രണ്ടും ബിരിയാണി. പക്ഷെ തെറ്റിച്ചു ഒരെണ്ണം. മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് ടാലി ആയിരിക്കും, അല്ല അക്കൗണ്ടൻസി. അക്കൗണ്ടിങ്, അക്കൗണ്ടൻസി. ഓക്കെ, അതെല്ലാം. ഓക്കെ, അടുത്ത മൈ ഫേവറേറ്റ് പ്ലേസ്. എനിക്കൊരു ഡ്രീം പ്ലേസ് ഉണ്ട് അവിടെ പോകണമെന്ന്. അയ്യോ, സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയാണ്, പക്ഷെ എനിക്ക് അൾട്ടിമേറ്റ് എനിക്ക് അവിടെ കാണണം. ഹിമാലയോ ഒരു സ്ഥലമുണ്ട്, എനിക്ക് അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കൊച്ചിലെ തൊട്ടുള്ള ആഗ്രഹമാണ്. സൗത്ത് കൊറിയ ഉണ്ട്, പക്ഷെ ഏറ്റവും അൾട്ടിമേറ്റ് ആഗ്രഹം അവിടെ പോകണമെന്നാണ്. എനിക്കറിയത്തില്ല ഞാൻ, പക്ഷെ എനിക്ക് എവിടെ പറഞ്ഞ പോലെ ഒരു ഓർമ്മയുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല. അയ്യോ, സത്യം. താജ്മഹൽ. അത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞതായിട്ട്. അവിടെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. സൗത്ത് കൊറിയ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ എത്രയെണ്ണം തെറ്റി? രണ്ടെണ്ണം തെറ്റി. രണ്ടെണ്ണമാണെന്ന് തോന്നുന്നു. 3 എണ്ണം. അടുത്തത് മൈ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്. ഒരെണ്ണം തെറ്റി. സ്കേർട്ടും ടോപ്പും ആയിരിക്കും. അല്ല, ചുരിദാറാ? ജീൻസും സാരി. അയ്യോ, കാരണം ഞാൻ സ്കേർട്ടും ടോപ്പും പറയാൻ കാരണം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നോണ്ട്. പക്ഷെ എന്റെ ഫേവറേറ്റ് സാരിയാണ്. സാരി ഉടുക്കുന്നതിന് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇനി അത് ചോദിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അറിയാൻ ചാൻസ് വളരെ കുറവാണ്. മൈ സെലിബ്രിറ്റി ക്രഷ്. അയ്യോ, എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാം. മലയാളമാ? എല്ലാത്തിലും കൂടെ ഒരൊറ്റ ആളേ ഉള്ളൂ, സെലിബ്രിറ്റി ക്രഷ് തോന്നിയ ഒരാളേ ഉള്ളൂ. ഹിന്ദിക്കാരനൊന്നുമല്ല, അത് കണ്ടുപിടിക്കുക. ഇനി മൈ ഫേവറേറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ. ഇപ്പൊ കറന്റ്ലി യൂട്യൂബ് ആയിരിക്കും.
ഇപ്പൊ കറന്റ് യൂട്യൂബാണ്. പക്ഷെ പൊതുവെ ഇൻസ്റ്റയാണ് തോന്നുന്നു. ഇപ്പൊ എപ്പോഴും പക്ഷെ യൂട്യൂബാണ്. ഇപ്പൊ എപ്പോഴും യൂട്യൂബാണ്. 5 മിനിറ്റ് ഇടവിട്ട് യൂട്യൂബ് നോക്കാം. 2 3 തെറ്റി. ഓക്കെ, ഇനി അടുത്ത എന്റെ ടേണാ. 3 തെറ്റി. പ്ലേസും പറഞ്ഞു. 4 തെറ്റി ഗൈസ്. 6 മാർക്കാണ് ഭാഗ്യകൃഷ്ണന് കിട്ടിയിരിക്കുന്നത്. ഇനി എൻ്റെ ടേൺ. ഞാനാണ് ഇനി പറയേണ്ടത് ഗൈസ്. ഒരു ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ ഞാൻ എഴുതിക്കൊണ്ടുവന്ന ക്വസ്റ്റ്യൻ കൊണ്ടു. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്താണ്? എനിക്ക് ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്താണ്? ബ്രേക്ക്ഫാസ്റ്റിൽ എനിക്ക് എപ്പോഴും ഞാൻ ക്ലൂ ഒക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ എപ്പോഴും കഴിക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റം ചോറ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ചോറ് കഴിക്കുമെന്ന് പറഞ്ഞാൽ ചോറ് ഞാൻ കഴിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം ആണ്. ഫസ്റ്റ് ഉത്തരം തന്നെ തെറ്റിപ്പോയി. ഞാൻ ദോശയും സാമ്പാറുമാണ് ഏറ്റവും പെട്ടെന്ന് കത്തിയില്ല. ഇവരെല്ലാരും എൻ്റെ അടുത്ത് എപ്പോഴും പറയും ദോശയുള്ള കഴിക്കാൻ. ഞാൻ എപ്പോഴും ദോശ. ഞാൻ വിട്ടുപോയി. പറയേണ്ട ഉത്തരവായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് TV ഷോസ് കാണാനാണ് ഇഷ്ടം, അതാ സിനിമ അങ്ങനെ ഇത് കാണാനാണ് ഇഷ്ടം? TV ഷോസ്. ശരിയാണ്, എനിക്ക് അങ്ങനെയുള്ള പ്രോഗ്രാംസിനോടാണ് താല്പര്യം. സിനിമയൊന്നും ഞാൻ അധികം കാണാറില്ല. കണ്ട് അതിന്റെ കഥയെന്ന് പറയുന്നത് കേട്ടിട്ടേ ഇല്ല. ഞാൻ പറയാറുമില്ല, ഞാൻ കാണാറില്ല. കാണല് തന്നെ കുറവാണ്. അപ്പൊ കറക്റ്റ്. പിന്നെ എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ടൂറ് പോകാനും റൈഡ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഡെയിലി റൈഡ് പോകാനാണ് ഇഷ്ടം, നൈറ്റ് ഡ്രൈവ് ആണ് ഇഷ്ടം. നൈറ്റ് ആയിരിക്കും. എന്താ അങ്ങനെ പറഞ്ഞ കാരണം? രാത്രിയാണ് പോകുന്ന എന്തൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പകല് പോകുന്നത് വളരെ കുറവാണ് അല്ലേ? ശരിയാണ്, എനിക്ക് നൈറ്റ് യാത്ര പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്ത് ജോണറിലുള്ള സോങ്സ് കേൾക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്ത് ടൈപ്പ് സോങ്സ്? റൊമാൻറ്റിക് സോങ്സ്. മെലഡിയാണ്. റൊമാൻറ്റിക് മെലഡി സോങ്സ്. എനിക്കറിയാം. അത് മാത്രമല്ല, ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നോട്ടൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഇടുന്നതാണ് അങ്ങനത്തുള്ള പാട്ടുകളാണ്. അപ്പൊ അത് കറക്റ്റ് 4 ശരി. പിന്നെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്, ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആക്കും ആ ഒരു ഡ്രസ്സ് ഇടുന്നത്. ജീൻസും ടോപ്പും പാൻറ്റും. അത് ഒരു സൈഡ് നോക്കുമ്പോൾ ശരിയാണ്. എനിക്ക് കുറച്ച് ഫ്രോക്ക് അങ്ങനത്തെ ഉള്ള ഷോർട്ട് ഡ്രസ്സ് എനിക്കത് അതാണ് ഒരു ഷോർട്ടായിട്ടുള്ള ഫ്രോക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതിനോടാണ് കംഫർട്ടബിൾ. പകുതി ശരി പകുതി തെറ്റാണ് എൻ്റെ ആൻസർ. അങ്ങനത്തെ ഉള്ള ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് എനിക്ക് ആൻസർ. ഈ ജീൻസ് ഇഷ്ടമാണ്, കംഫർട്ടബിൾ ആണ്, പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് അങ്ങനത്തെ ഡ്രസ്സിനോടാണ് താല്പര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന എന്താണ്? എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കുന്നത് എന്ത് ഐറ്റമാണ്? ഇപ്പോഴും മേടിക്കുന്നത് എനിക്കൊന്നും തലയിൽ വെക്കുന്ന സാധനങ്ങളാണ്. ക്ലിപ്പുകൾ. ആണ്ടിലും ചങ്കരാന്തിക്കും ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത്. ഇപ്പം സാലറി കിട്ടിയാലും ഒക്കെ ഞാൻ എല്ലാ മാസവും ഞാൻ വാങ്ങിക്കും. അത് എപ്പോഴും ഞാൻ എല്ലാ മാസവും അല്ല, ഏറ്റവും കൂടുതൽ ഞാൻ വാങ്ങിക്കുന്ന എന്താ? മേക്കപ്പ് പ്രോഡക്ട്സ്. ഒരു കടയിൽ ചെന്നാൽ ഞാൻ ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന എന്താ? എന്നുവെച്ചാൽ എല്ലാം കൂടെ ഉള്ളൊരു ഷോപ്പിൽ ചെന്ന ഫാൻസി ഐറ്റംസ്, കോസ്മെറ്റിക്സ് ഐറ്റംസ് അല്ലേ? ആണോ? ഫുഡ് ഐറ്റംസ്, വെജിറ്റബിൾസ്, ഡ്രസ്സും സാൻഡൽസും ആണ് ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ ഡ്രസ്സ് വേണ്ടാന്ന് പറഞ്ഞാലും ഒരെണ്ണമെങ്കിലും ഞാൻ ചെന്ന് എടുത്തിരിക്കും. ഡ്രസ്സ് എല്ലാ മാസം മേടിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജങ്ക് ഫുഡ് ഐറ്റം, നോർമൽ എന്താണ് കഴിക്കാൻ ഇഷ്ടമെന്ന് ചോദിച്ചാൽ
ഉറപ്പായിട്ട് ഉത്തരം പറയും. എനിക്ക് ഏറ്റവും പുറത്തു നിന്നൊക്കെ ഞാൻ കഴിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം. പുറത്തുനിന്ന് ഏറ്റവും കഴിക്കാനുള്ള ഇഷ്ടം ബിരിയാണി അല്ല. ബിരിയാണി എനിക്ക് ഇഷ്ടമായിരുന്നു, ഇപ്പല്ല. ആണ്, ഇപ്പോഴും ആണ്. എന്നാലും കുറച്ച് നാളായിട്ടേ ഉള്ളൂ എനിക്ക് ബിരിയാണിയോട് വല്ല താല്പര്യമില്ല. അൽഫാമൊന്നുമല്ല, അതൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നു. അൽഫാം, ഷവായി ഒന്നുമില്ല, ഷവർമ്മയും അല്ല. പിന്നെന്താ, ചായയുടെ കൂടെ വല്ലതാണ്. സ്നാക്സ് ചായയോട് എന്തെങ്കിലും പറയും. ചായയുടെ കൂടെ വല്ല വടയോ പഴമയോ ബ്രെഡ് പൊരിച്ചത്. അപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ മെനഞ്ഞാന്നും കൂടി വാങ്ങിച്ചതേ ഉള്ളു മന്തി. ഇപ്പൊ എനിക്ക് കുറച്ച് ഇങ്ങനെ എപ്പോഴും കഴിക്കണമെന്ന് തോന്നുന്നത് മന്തിയാണ്. മുമ്പ് ഞാൻ ബിരിയാണി. 9ാമത്തെ ചോദ്യം. ഞാൻ 4 ശരിയാക്കിയുള്ളൂ, 2 ശരിയാക്കണം. ഇതിൽ എന്റെ ഫോണിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ യൂട്യൂബ്. തന്നെ അല്ല, ഇൻസ്റ്റേണാ. ഏറ്റവും കൂടുതൽ ഇഷ്ടം കഥകളൊക്കെ വായിക്കാനാണ്. അപ്പൊ പ്രതിലിപിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ഫോണിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. പ്രതിലിപിയാണ്. വാട്സപ്പും ഇൻസ്റ്റയൊക്കെ കുറവാണ്. പിന്നെ ഞാൻ യൂട്യൂബ് നോക്കും. ഇൻസ്റ്റയൊക്കെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇപ്പം എനിക്ക് അത് എനിക്കിപ്പം കിട്ടണമെന്ന് എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളത്. യൂട്യൂബിൽ നല്ല വ്യൂസും ഫോളോവേഴ്സും അല്ലേ, ലൈക്സ് യൂട്യൂബിൽ റീച്ച് ഒന്ന് ക്ലിക്കാണ്. അങ്ങനെ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ. അപ്പൊ 5 മാർക്ക്. എനിക്കെത്ര? 6 മാർക്ക്. ഞാൻ ജയിച്ചു. ഇപ്പൊ പണിഷ്മെന്റ് പച്ചമുളക് തീറ്റിയോ പാവയ്ക്ക തീറ്റിയോ? പാവയ്ക്ക തീറ്റി ഒന്നുമില്ല ഗൈസ്. ഫസ്റ്റ് അപ്പൊ ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.